Wheel is turned using a small wheel. The speed of rotation decreases when it is reversed. The speed increases. The use of gears can bring about changes in speed and direction by direction of motion. Wheel is turned using a small wheel. The speed of rotation decreases. ഒരു വലിയ വീലിനെ ചെറിയ വീലിലൂടെ നമ്മൾ ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ നോട്ട് സോ ഷുവർ ബട്ട് ഐ തിങ്ക് വി ഷുഡ് മാർക്ക് ഇറ്റ് ഇതൊരു റൊട്ടേഷണൽ മോഷൻ സർക്കുലർ മോഷൻ അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. By making use of rotational motion more than one part of a machine at different speeds and in different directions, gears are mainly used. Toys, handle, vehicle gear, bicycle, various machinery, clock, watch, CD and DVD player. So the arrangement of gears. Body in motion type is the membrane of a chenda. ചെണ്ടയുടെ പുറത്തുള്ള മെംബ്രെയിനിന് ഓസിലേഷനാണ്. വെൻ വി ഹിറ്റ് ഇറ്റ് ഇറ്റ് വിൽ പ്രൊഡ്യൂസ് സൗണ്ട്. A rotating chair is rotation. Person sitting in chair can turn in all directions without getting up. Tip of a clock's hand, circular motion. So rotation, revolution, circular motion, uniform circular motion is always a confusing one. Shows time. Smaller wheel of a sewing machine. Rotation, moving a sewing needle. A lift, rectilinear motion, makes climbing buildings easier. A swing is oscillation for entertainment. String of a wheel, its vibrations make sound. Wheels of a floor mill, rotation ആണ്. Moves grinding machines. മോഷൻ്റെ കേസിൽ യൂണിഫോം മോഷനും നോൺ യൂണിഫോം മോഷനും രണ്ട് ടൈപ്പാണ്. സോ യൂണിഫോം എന്നുള്ളൊരു വേർഡ് കേൾക്കുമ്പോൾ തന്നെ ഇറ്റ്സ് ലൈക്ക് കോൺസ്റ്റൻറ്റ് സ്പീഡ് അല്ലേ, ആ ഒരു കൺസെപ്റ്റാണ് പറയുന്നത്. സ്പീഡ് മാറുന്നില്ല യൂണിഫോം മോഷനിൽ. സോ കോൺസ്റ്റൻറ്റ് സ്പീഡ് ഈസ് ദ മെയിൻ കൺസെപ്റ്റ് വെൻ ഇറ്റ് കംസ് ടു യൂണിഫോമിറ്റി അല്ലെങ്കിൽ യൂണിഫോം മോഷൻ എന്ന് വേണമെങ്കിൽ പറയാം. സോ യൂണിഫോം മോഷൻ ആൻഡ് നോൺ യൂണിഫോം മോഷനിൽ മോഷൻ ഓഫ് എൻ ഒബ്ജക്റ്റ് മൂവിങ് അലോങ് ദി motion of an object moving along the straight line in equal time intervals are covered equal distance. അത് equal distance in equal intervals of time. അതാണ് ബേസിക്കലി യൂണിഫോം മോഷൻ്റെ മെയിൻ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. മൂവ്മെൻറ്റ്സ് ദറ്റ് ആക്സിലറേറ്റ് ആൻഡ് ഡീസിലറേറ്റ് വിത്തൗട്ട് മൂവിങ് അറ്റ് ദ സെയിം സ്പീഡ്. ഇപ്പം ഈ പറഞ്ഞ പോലെ സെയിം ഇൻ്റർവൽസ് ഓഫ് ടൈമിൽ സെയിം എമൗണ്ട് ഓഫ് ഡിസ്റ്റൻസ് അല്ല കവർ ചെയ്യുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ആക്സിലറേഷനും ഡീസിലറേഷനും കോൺസ്റ്റൻ്റ് അതും വേരി ചെയ്യുകയാണെങ്കിൽ ഇറ്റ്സ് നോൺ യൂണിഫോം. അത് കുറച്ച് കൺഫ്യൂസിങ് ആണ്, ബട്ട് സ്റ്റിൽ വി ക്യാൻ ലുക്ക് ഇൻ ടു ഇറ്റ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഡിസ്റ്റൻസ്, ഡിസ്പ്ലേസ്മെൻറ്റ്, സ്പീഡ് കൺസെപ്റ്റ്സ് ഒക്കെ അറിയുന്നു. അപ്പോൾ അതാണ് ആദ്യം നോക്കുന്നത്. ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും. ലെങ്ത് ഓഫ് പാത്ത് ട്രാവൽഡാണ് ഡിസ്റ്റൻസ് വരുന്നത്. ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുമ്പം ഒരു ഫിനിഷ് പോയിൻറ്റ്, ഇനിഷ്യൽ പോയിൻറ്റും എൻഡിങ് പോയിൻറ്റും തമ്മിൽ ഉള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആണ്. ഇത് സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ് എന്ന് വേണമെങ്കിൽ പറയാം. സോ ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ് ഫ്രം ദി ഇനിഷ്യൽ പൊസിഷൻ ടു ദ ഫൈനൽ പൊസിഷൻ റെസ്പെക്റ്റീവ് ഓഫ് ദി പാത്ത് ടേക്കൺ ബൈ എൻ ഒബ്ജെക്ട് ഫ്രം വൺ പൊസിഷൻ ടു another. It has both magnitude and direction. Displacement is a vector quantity. Unit of displacement is meter. When a body travels along a straight line in the same direction, magnitude of distance and displacement equal ആയിരിക്കും. ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും തമ്മിലുള്ള ഡിഫറൻസ് ചോദിച്ചാൽ ഡിസ്റ്റൻസ് is a scalar, displacement is vector. Then the length of the path travelled is distance between initial and the final positions is displacement. Then it can be equal or greater than magnitude of displacement. Very very important point. Displacement can be equal or less than magnitude of distance. അപ്പോൾ ഷോർട്ടസ്റ്റ് പോസിബിൾ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി ഫൈനൽ ആൻഡ് ഇനീഷ്യൽ പൊസിഷനാണ്. അപ്പോൾ ഷോർട്ടസ്റ്റ് പോസിബിൾ എന്ന് പറയുമ്പോൾ ഏറ്റവും ചെറിയ ദൂരമായിരിക്കും. അപ്പോൾ ഒരിക്കലും അതിനു വേണ്ടി യൂസ് ചെയ്ത പാത്തിനേക്കാളും കൂടുതൽ സെയിമോ കുറവോ ആയിരിക്കും ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും. സ്പീഡും വെലോസിറ്റിയാണ് അടുത്ത
concept. Speed. Okay, distance traveled in unit time is known as speed. Displacement per unit time is known as velocity. ഈ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന കൺസെപ്റ്റിനെ ഡിവൈഡഡ് ബൈ യൂണിറ്റ് ടൈം ചെയ്താൽ വിൽ ഗെറ്റ് സ്പീഡും വെലോസിറ്റിയും കറസ്പോണ്ടിംഗ്ലി. Velocity can be positive or negative depending on the sign of displacement. If displacement is 0, then the velocity is 0. So ഇവിടെ നമുക്ക് കിട്ടുന്ന വേറൊരു കൺസെപ്റ്റും കൂടിയുണ്ട്. ഈസ് ദാറ്റ് ഡിസ്പ്ലേസ്മെൻറ്റ് ക്യാൻ ബി പോസിറ്റീവ് ഓർ നെഗറ്റീവ്. പിന്നെ ഡിസ്പ്ലേസ്മെൻറ്റ് 0യും ആകാം ആക്ച്വലി. അപ്പോൾ ഇഫ് ഡിസ്പ്ലേസ്മെൻറ്റ് ഇസ് 0, വെലോസിറ്റിയും 0 ആയിരിക്കും. അതായത് അതിൻ്റെ പൊസിഷനിൽ ചേഞ്ച് വന്നിട്ടില്ല. വിത്ത് റെസ്പെക്ട് ടു ഇനിഷ്യൽ പൊസിഷൻ, ഫൈനൽ പൊസിഷനിൽ ചേഞ്ച് ഇല്ല എന്നുണ്ടെങ്കിൽ അവിടെ അതിന് വെലോസിറ്റി ഇല്ല. സ്പീഡ് ഉണ്ടായിരുന്നിട്ടുണ്ട്, പക്ഷേ വെലോസിറ്റി നമുക്ക് കറക്റ്റ് പറയാനായിട്ട് പറ്റില്ല. പിന്നെ ഉള്ളത് പോസിറ്റീവ് ആകാം, നെഗറ്റീവ് ആകാം. വെലോസിറ്റി കറസ്പോണ്ടിംഗ്ലി ബേസിങ് ഓൺ സൈൻ ഓഫ് ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. സോ നമുക്ക് വെലോസിറ്റി ക്യാൻ ബി പോസിറ്റീവ്, നെഗറ്റീവ് ഡിപ്പെൻഡിങ് ഓൺ ദ സൈൻ ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ്. കാരണം നമ്മൾ പറഞ്ഞല്ലോ, വെക്ടേഴ്സിന് മാഗ്നിറ്റ്യൂഡിനൊപ്പം ഡയറക്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് പോസിറ്റീവ് നെഗറ്റീവ് ഒക്കെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ അവിടെയും ഓപ്ഷൻസ് ഉണ്ടാവും. While calculating velocity, the straight line distance itself is the displacement, but even if it is not the actual path taken, but the time taken to cover the actual distance should be used for calculation. Speed in the equation പഠിക്കുക യൂണിറ്റ്, വെലോസിറ്റി ഇടുന്ന പഠിക്കുക യൂണിറ്റ്. ഇനി യൂണിഫോം സ്പീഡ്. യൂണിഫോം എന്ന ഈക്വൽ ഇൻ്റർവെൽസ് ഓഫ് ടൈം, ഈക്വൽ ഗ്യാപ്സ് വിത്ത് ഈക്വൽ ഇൻ്റർവെൽസ് ഓഫ് ടൈം എന്ന രീതിയിൽ വേണമെങ്കിൽ പറയാൻ പറ്റും. യൂണിഫോം സ്പീഡും നോൺ യൂണിഫോം സ്പീഡും. ഇഫ് എ ബോഡി ഇൻ മോഷൻ കവേഴ്സ് ഈക്വൽ ഡിസ്റ്റൻസ് ഇൻ ഈക്വൽ ഇൻ്റർവെൽസ് ഓഫ് ടൈം, ദ ബോഡി സെറ്റ് ടു ഹാവ് യൂണിഫോം സ്പീഡ്. അപ്പോൾ സാധാരണ സ്പീഡിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബൈ ടൈം. അപ്പം ഈക്വൽ ഡിസ്റ്റൻസ് ഇൻ ഈക്വൽ ഇൻ്റർവെൽസ് ഓഫ് ടൈം, ഡിസ്റ്റൻസ് ബൈ ടൈം. ഇപ്പോൾ ഡിസ്റ്റൻസ് ഈക്വൽ ആണ് കറസ്പോണ്ടിങ് ടു ഓരോ ഇൻ്റർവെൽ. അതേസമയം ഇപ്പോൾ നമുക്ക് യൂണിഫോം വെലോസിറ്റി പറയുകയാണെങ്കിൽ സെയിം എന്ത് പറയാം, ഈക്വൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ ഈക്വൽ ഇൻ്റർവെൽസ് ഓഫ് ടൈം. ഓക്കെ, ഈക്വൽ ഡിസ്പ്ലേസ്മെൻറ്റ്സ് ഇൻ ദ സെയിം ഡിറക്ഷൻ എന്നും കൂടി നമ്മളവിടെ പറയേണ്ടി വരും, സിൻസ് ഇറ്റ് ഈസ് എ വെക്റ്റർ. ഓക്കെ, സോ ഇവിടെ നമ്മളിപ്പോൾ ഡിസ്റ്റൻസ് ഡിസ്പ്ലേസ്മെൻറ്റ് എന്താണെന്ന് നോക്കി, സ്പീഡും വെലോസിറ്റിയും നോക്കി. ഇനിയുള്ള മെയിൻ ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റാണ് യൂണിഫോം ആൻഡ് നോൺ യൂണിഫോം. അതായത് സ്പീഡിൽ യൂണിഫോം സ്പീഡ്, നോൺ യൂണിഫോം സ്പീഡ് വരാം. വെലോസിറ്റിയിൽ യൂണിഫോം വെലോസിറ്റി, നോൺ യൂണിഫോം വെലോസിറ്റി വരാം. ദെൻ സ്പീഡിൽ ആവറേജ് സ്പീഡ്, ആവറേജ് വെലോസിറ്റി കൺസെപ്റ്റ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ വി ഹാവ് മാത്സിൽ, ക്വാണ്ടിറ്റേറ്റീവിൽ നമുക്ക് മാത്സിൽ സ്പീഡിനും ടൈമും ഒക്കെ ഉണ്ട്. അതിൽ ഈ ആവറേജ് കൺസെപ്റ്റ് നമ്മൾ ഭയങ്കരമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. സോ ഇത് ഇവിടെയും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. If a body in motion covers equal distance in equal intervals of time, the body is said to have uniform speed. If it covers unequal distances in equal intervals of time, body is said to have non-uniform speed. If direction of motion of an object is changed, the velocity also changes. അപ്പം ഡയറക്ഷൻ മാറി സ്പീഡ് മാറില്ല, പക്ഷേ വെലോസിറ്റി മാറും. യെസ്, ഇറ്റ് ക്യാൻ ചേഞ്ച് ബിക്കോസ് ഇറ്റ് ഈസ് എ വെക്റ്റർ ആൻഡ് ഇറ്റ് ഡിപ്പെൻഡ്സ് ബോത്ത് ഓൺ ഇറ്റ്സ് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ. If the direction of motion of an object is changed, the velocity also changes. Speed of a vehicle calculated using a speedometer. Device used to measure distance travelled ആണ് ഓഡോമീറ്റർ. ഒരു വാഹനത്തിൻ്റെ സ്പീഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ സ്പീഡോമീറ്ററാണ് ഉപയോഗിക്കുന്നത്, എത്ര വേഗതയിൽ പോകുന്നു എന്നുള്ളത്. അതേസമയം എത്ര ദൂരം ഇത് സഞ്ചരിച്ചു എന്നുള്ളത് കാണിക്കുന്നത് ഡിസ്റ്റൻസ് ട്രാവൽഡ് ആണ് ഓഡോമീറ്റർ. ബോഡി ഹാസ് യൂണിഫോം വെലോസിറ്റി വിത്ത് കവേഴ്സ് ഈക്വൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ സെയിം ഡിറക്ഷൻ, കവേഴ്സ് ഈക്വൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ ദ സെയിം ഡിറക്ഷൻ ഇൻ ഈക്വൽ ടൈം ഓഫ് ഇൻ്റർവെൽ. സെയിം ഡിറക്ഷൻ എന്ന് പറയുന്ന റീസൺ എന്ന് പറഞ്ഞാൽ കാരണം ഡയറക്ഷൻ മാറിയാൽ വെലോസിറ്റിയുടെ വാല്യൂ മാറും. സോ ദാറ്റ് ഈസ് വൈ ഡയറക്ഷൻ ഈസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്. ഒരേ ഡയറക്ഷൻ്റെ ഒരേ ഇൻ്റർവെൽസ് ഓഫ് ടൈമിൽ ഈക്വൽ ഡിസ്പ്ലേസ്മെൻറ്റ്സ് ആണത് ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ ഈസ് യൂണിഫോം വെലോസിറ്റി. പൊസിഷൻ ടൈം ഗ്രാഫ് ഓഫ് എൻ ഒബ്ജക്റ്റ് മൂവിങ് വിത്ത് കോൺസ്റ്റൻറ്റ് വെലോസിറ്റി. ഒരു പൊസിഷൻ ടൈം ഗ്രാഫ്, അതായത് ടൈം താഴെയായിരിക്കും, ടൈം കൂടുന്നതനുസരിച്ച് പൊസിഷൻ നോക്കുമ്പോൾ വിത്ത് റെസ്പെക്ട് ടു കോൺസ്റ്റൻറ്റ് വെലോസിറ്റി ഇറ്റ് വിൽ ബി എ സ്ട്രെയിറ്റ് ലൈൻ. പക്ഷേ ഇങ്ങനത്തെ സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറയുന്നില്ല. ഇറ്റ്സ് നോട്ട് ഇൻ അൺഈക്വൽ വെലോസിറ്റി. ഹയസ്റ്റ് സ്പീഡിൽ ട്രാവൽ ചെയ്യുന്ന ആനിമൽ ചീറ്റ. അതിൻ്റെ സ്പീഡ് എന്ന് പറഞ്ഞാൽ 25 മീറ്റർ പെർ സെക്കൻഡ് അല്ലെങ്കിൽ 30 മീറ്റർ പെർ സെക്കൻഡാണ്. 2 സെക്കൻഡ് കൊണ്ടാണ് ഈ സ്പീഡിലേക്ക് അത് എത്തുന്നത്, 0-ൽ നിന്നും ആ ഒരു സ്പീഡിലേക്ക് എത്തുന്നത്.
യൂണിഫോം സ്പീഡ് ആൻഡ് നോൺ യൂണിഫോം സ്പീഡ് വന്നിട്ടുണ്ട്. Average speed and average velocity. When an object moves, its position changes with time. A quantity that describes how fast and in which direction position changes. സോ കാൽക്കുലേഷൻസിൽ നമുക്ക് യൂണിഫോം സ്പീഡ്, നോൺ യൂണിഫോം സ്പീഡ് ഇതൊക്കെ നമുക്ക് ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമാണ്. പക്ഷേ വെൻ ഇറ്റ് കംസ് ടു ഇറ്റ്സ് ഡെഫിനിഷൻ, എക്സാമിന് ചിലപ്പോൾ 4 സിമിലറായിട്ട് സ്റ്റേറ്റ്മെൻറ്റ്സ് എന്നിട്ട് ഇതിൽ ഏതായിരിക്കും കറക്റ്റ് എന്നുള്ള രീതിയിലൊക്കെ എനിക്ക് ചോദിക്കുന്നത്. സോ അറ്റ് ദോസ് ടൈംസ് ഇറ്റ് ഈസ് വെരി കൺഫ്യൂസിങ്. അതിൻ്റെ കൺസെപ്റ്റ് മനസ്സിലാക്കുക. യൂണിഫോം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളിപ്പോൾ ഒരു ഫ്രാക്ഷൻ എടുക്കുകയാണ്. സ്പീഡ് എന്ന് പറയുമ്പോഴത്തേക്കും ഡിസ്റ്റൻസ് ബൈ ടൈം. സോ വാട്ട് ഹാപ്പൻസ് ഈസ്, ഈ ഡിസ്റ്റൻസ് ബൈ ടൈം എന്ന് പറഞ്ഞാൽ സ്പീഡ് എന്ന് നമ്മൾ, അപ്പോൾ ഇത്ര ടൈമിൽ എത്ര ദൂരം അത് സഞ്ചരിച്ചു അതിൻ്റെ ഒരു റേഷ്യോ ആണ് സ്പീഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ റേഷ്യോ താഴത്തതും മേളത്തും പ്രൊപ്പോർഷണലായിട്ട് പോകണം. അതായത് ടൈമിൻ്റെ ഇൻ്റർവൽ സെയിം ആണ്. ഒരു 5 സെക്കൻഡ് 5 സെക്കൻഡ് 5 സെക്കൻഡ് കൂടുമ്പോൾ ഇത് 10 മീറ്റർ 10 മീറ്റർ 10 മീറ്റർ തന്നെയാണ് പോകുന്നതെങ്കിൽ അതൊരു സെയിം പ്രൊപ്പോർഷനിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു ചേഞ്ച്, ആ ചേഞ്ച് എന്ന് പറയുന്നത് 2 വേരിയബിൾസിൻ്റെയും ചേഞ്ച് സിമിലറായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇറ്റ് ഈസ് യൂണിഫോം. കാരണം അവരുടെ ഒരു വാല്യൂവിൽ അതിൻ്റെ ഡിഫറൻസ് വരുന്നില്ല. ഓക്കെ, ഇറ്റ്സ് ഷോയിങ് എസ് ഒരു പാറ്റേൺ അല്ലെങ്കിൽ ഒരു സിമിലർ ആയിട്ടുള്ളൊരു രീതിയാണ്. അപ്പോൾ അവിടെയാണ് യൂണിഫോം. യൂണിഫോം എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ വി നോ ഇറ്റ് ഈസ് സംതിങ് സിമിലർ, അല്ലെങ്കിൽ ഒരു ഫ്ലൂയിഡിറ്റി കാണിക്കുന്ന, അല്ലെങ്കിൽ ഒരു സിമിലാരിറ്റി, അല്ലെങ്കിൽ ഒരു റെപ്പറ്റീഷൻ കാണിക്കുന്ന സംതിങ് ദാറ്റ് ഈസ് ദ സെയിം റിപ്പീറ്റിംഗ് അഗെയിൻ ആൻഡ് അഗെയിൻ. അപ്പോൾ അതാണ് യൂണിഫോം എന്ന് പറയുന്ന ഒരു കേസ്. അപ്പോൾ യൂണിഫോം സ്പീഡ് എന്ന് പറയുമ്പോൾ ഈക്വൽ ഇൻ്റർവെൽസ് ഓഫ് ടൈമിൽ ഈക്വൽ ഡിസ്റ്റൻസ് അറിയുന്നത്. അതുപോലെ തന്നെ നമുക്ക് യൂണിഫോം വെലോസിറ്റി വേണമെങ്കിൽ പറയാം. കാരണം വെലോസിറ്റിയുടെ ഇക്വേഷനിൽ ജസ്റ്റ് ഇത് മാറ്റി കൊടുത്താൽ മതി. പക്ഷേ അവിടെ ശ്രദ്ധിക്കേണ്ട, വെലോസിറ്റി ഇറ്റ് ഈസ് എ വെക്റ്റർ. അപ്പോൾ വെക്റ്റർ എന്ന് പറയുമ്പോൾ ജസ്റ്റ് വാല്യൂ മാറുന്നത് മാത്രം നമുക്ക് പറയാൻ പറ്റില്ല. അവിടെ നമ്മൾ ഡയറക്ഷൻ എന്ത് ചെയ്യണം, ഇമ്പോർട്ടൻസ് കൊടുക്കണം. സോ വെൻ വി സേ അബൌട്ട് യൂണിഫോം വെലോസിറ്റി, നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈമാണ് പറയുന്നത്. സോ ഈക്വൽ ഇൻ്റർവെൽസ് ഓഫ് ടൈമിൽ ഈക്വൽ ഡിസ്പ്ലേസ്മെൻ്റ് ആയിരിക്കും നടക്കുന്നത്. അതായത് ഇനിഷ്യൽ പൊസിഷനിൽ നിന്ന് 5 മീറ്റർ ആയിരിക്കും 10 സെക്കൻഡ് മൂവ് ചെയ്യുക, അടുത്ത 10 സെക്കൻഡിലും ആ പൊസിഷനിൽ നിന്ന് ഒരു 5 മീറ്റർ ആയിരിക്കും മൂവ് ചെയ്തിട്ടുണ്ടാകും. പക്ഷേ ഇവിടെ നമ്മൾ ഒരു കാര്യം കൂടെ പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇറ്റ് കവേഴ്സ് ഈക്വൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ ദ സെയിം ഡയറക്ഷൻ. ഡയറക്ഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഡയറക്ഷൻ മാറുകയാണെന്നുണ്ടെങ്കിൽ വാട്ട് ഹാപ്പൻസ്, വെലോസിറ്റി മാറും. അപ്പോൾ വെലോസിറ്റി എന്ന് പറയുന്നത് ഒരു വെക്ടറായി ഉണ്ടെങ്കിൽ അതിനൊരു മാഗ്നിറ്റ്യൂഡ് ഉണ്ട്, ഡയറക്ഷൻ ഉണ്ട്. സോ ഡയറക്ഷൻ മാറിയാൽ വെലോസിറ്റി മാറി എന്ന് വേണമെങ്കിൽ പറയാം. അതായത് 10 മീറ്റർ പെർ സെക്കൻഡ് നോർത്തിലോട്ട് പോകുന്നതും 10 മീറ്റർ പെർ സെക്കൻഡ് വെസ്റ്റിലോട്ട് പോകുന്നതും തമ്മിൽ വ്യത്യാസം ഉണ്ടെന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ ഇത്ര ഡിഗ്രിയിൽ മാറി സ്ട്രെയിറ്റ് ലൈനിൽ നിന്ന് മാറിയിട്ടാണ് സഞ്ചരിക്കുന്നത്. സോ അവിടെയൊക്കെ ഒരു ചേഞ്ച് ഉണ്ട്. പക്ഷേ അതേസമയം സ്പീഡ് എന്ന് പറയുന്നത് നോർത്തിലോട്ട് 50ഉം സൗത്തിലോട്ട് 50ഉം ആണെങ്കിൽ രണ്ടിൻ്റെയും സ്പീഡ് ഒന്നാണ്, പക്ഷേ ഡയറക്ഷൻ വ്യത്യസ്തമാണ്. അപ്പോൾ അവിടെയാണ് നമ്മൾ ആ സ്പീഡ് വെലോസിറ്റി എന്നുള്ളൊരു കൺസെപ്റ്റിനെ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ വെച്ച് തന്നെ യൂണിഫോം നമ്മൾ പറഞ്ഞു. അപ്പോൾ യൂണിഫോം പറയുമ്പോൾ ഏതാണോ റേഷ്യോ അവരുടെ മൂവ്മെൻറ്റ് സെയിം ആയിരിക്കും. അതായത് സ്പീഡ് ഡിസ്റ്റൻസ് ബൈ ടൈം ആണെങ്കിൽ ടൈം മാറുന്ന പോലെ തന്നെ ഡിസ്റ്റൻസും മാറും. ഇനി ഇപ്പോൾ നോൺ യൂണിഫോം എന്നത് നമുക്ക് എങ്ങനെ പറയാം? നോൺ യൂണിഫോം സ്പീഡ് എന്ന് പറയുമ്പോൾ ഈക്വൽ ഇൻ്റർവെൽസ് ഓഫ് ടൈമിൽ അത് മാറുന്ന ഡിസ്റ്റൻസ് അൺഈക്വൽ ആയിരിക്കും. ഓക്കെ, ഈക്വൽ ആയപ്പോൾ യൂണിഫോം, ഈക്വൽ ആൻഡ് അൺഈക്വൽ ആവുന്നു. അപ്പോൾ നമുക്ക് ആയിട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ടൈം എന്ത് ചെയ്യുന്നു, 10 സെക്കൻഡ് 10 സെക്കൻഡ് 10 സെക്കൻഡ് ഗ്യാപ്പ് ആയിരിക്കും വെച്ചിരിക്കുന്നത്. പക്ഷേ ഓരോ 10 സെക്കൻഡിൽ അത് സഞ്ചരിക്കുന്ന ദൂരം വ്യത്യസ്തമായിരിക്കും. അപ്പോൾ അത് നോൺ യൂണിഫോം സ്പീഡായി. ഓക്കെ, അപ്പോൾ ഇതാണ് സ്പീഡിൻ്റെ കൺസെപ്റ്റ്. ഇനി വെലോസിറ്റിയിലോട്ട് നമുക്ക് വന്നാലോ, നോൺ യൂണിഫോം വെലോസിറ്റി എങ്ങനെ പറയാം? ഈക്വൽ ഇൻ്റർവെൽസ് ഓഫ് ടൈമിൽ അൺഈക്വൽ ഡിസ്പ്ലേസ്മെൻറ്റ്സ് ആയിരിക്കും അത് എന്ത് ചെയ്യുന്നത്, അണ്ടർഗോ ചെയ്യുന്നത്. ഓക്കെ, വെലോസിറ്റി ഓഫ് എൻ ഒബ്ജക്റ്റീവ് ഇല്ലെങ്കിൽ നമുക്കറിയാം വെലോസിറ്റിയുടെ കേസ് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി ഡിഫറെൻ്റ് ആണ്. മാഗ്നിറ്റ്യൂഡും എന്തുകൊണ്ട് ഡയറക്ഷനുണ്ട്. അപ്പോൾ ഇപ്പോൾ ഉള്ള ഡയറക്ഷൻ അല്ല ഒരു 5 സെക്കൻഡ് കഴിഞ്ഞുള്ളത്. 5 സെക്കൻഡ് കഴിഞ്ഞുള്ള വീണ്ടും ഡയറക്ഷൻ നോക്കുമ്പോൾ വീണ്ടും മാറിയിട്ടുണ്ട്. അപ്പോൾ അവിടെ ഡയറക്ഷൻ മാറിയാലും
മാഗ്നിറ്റ്യൂഡ് മാറില്ല. അപ്പോൾ നമുക്ക് സ്പീഡിൻ്റെ കേസിൽ ആകെ മാഗ്നിറ്റ്യൂഡ് തന്നെ 5 സെക്കൻഡ് ഗ്യാപ്പ് എടുക്കുമ്പോൾ 10 മീറ്റർ പോയി, അടുത്ത 5 സെക്കൻഡിൽ 5 മീറ്റർ പോയുള്ളൂ, അടുത്ത 10 സെക്കൻഡിൽ 25 മീറ്റർ പോയി. അപ്പോൾ ഓരോ ഇൻ്റർവെല്ലിലും അൺഈക്വൽ ആയിട്ടാണ് ഡിസ്റ്റൻസ് അത് പോയത്. അത് സ്പീഡിൻ്റെ കേസിൽ. പക്ഷേ അതേസമയം വെലോസിറ്റിയിൽ വരുമ്പോൾ 10 സെക്കൻഡ് ഗ്യാപ്പിൽ ഒന്ന് ഡയറക്ഷൻ മാറി, അടുത്തതിൽ മാഗ്നിറ്റ്യൂഡ് മാറി, അടുത്തതിൽ വീണ്ടും ഡയറക്ഷൻ മാറി. അപ്പോൾ അങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നു. സോ ഇവിടെ വെലോസിറ്റി വരുമ്പോൾ വി ക്യാൻ കൺസിഡർ ബോത്ത് സ്പീഡ് മാഗ്നിറ്റ്യൂഡും പിന്നെന്താ പറയുന്നത് മാഗ്നിറ്റ്യൂഡിനൊപ്പം വി ക്യാൻ കൺസിഡർ ദിസ് വൺ ഡയറക്ഷൻ ഓൾസോ. ഇതാണ് യൂണിഫോം സ്പീഡ് വെലോസിറ്റി കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇനി ഇതുപോലെ വെച്ച് തന്നെ ആവറേജിൻ്റെ കൺസെപ്റ്റ് ഉണ്ട്. ആവറേജ് സോ ഒരു ഇത് നമ്മൾ ടൈം ആൻഡ് ഡിസ്റ്റൻസിൻ്റെ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. വെൻ ആൻ ഒബ്ജക്റ്റ് മൂവ്സ് ഇറ്റ്സ് പൊസിഷൻ ചേഞ്ചസ് വിത്ത് ടൈം. പിന്നെ ഇവിടെ സ്പീഡോമീറ്റർ ഓഡോമീറ്ററും പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഗ്രാഫിൻ്റെ ഫിസിക്സിൽ ഗ്രാഫിനും ഇമ്പോർട്ടൻസ് ഉണ്ട്. സോ ഓക്കെ, when an object moves its position changes with time, a quantity that describes how fast and in which direction position changes with time. Average velocity. Average speed is the total distance traveled divided by total time taken during motion. Unit average velocity does not give any information about the direction of motion of object. അപ്പോൾ സ്പീഡിലും വെലോസിറ്റിയിലെ ആവറേജിൻ്റെ കൺസെപ്റ്റാണ് നമ്മളിനി നോക്കാം. ആവറേജ് സ്പീഡും ആവറേജ് വെലോസിറ്റി. സോ സാധാരണ നമ്മളൊരു ആവറേജ് എന്നുള്ളൊരു വാക്ക്, അതായത് മീൻ എടുക്കുക അല്ലെങ്കിൽ ആവറേജ് കണ്ടുപിടിക്കുക എന്ന് പറയുമ്പോൾ വാട്ട് ഡു വി ഡു? ദ സം ഡിവൈഡഡ് ബൈ ഫ്രീക്വൻസി അല്ലെങ്കിൽ ടോട്ടൽ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഒബ്സർവേഷൻ, അങ്ങനെയൊക്കെയാണ് നമ്മൾ പൊതുവേ പറയുന്നത്. അപ്പോൾ സ്പീഡിൻ്റെ ആവറേജ് ചോദിച്ചാൽ നമ്മുടെ റേഷ്യോ എന്താണ്? സ്പീഡ് എന്ന് പറയുമ്പോൾ ഡിസ്റ്റൻസ് ബൈ ടൈമാണ്. അപ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം ടേക്കൺ. മേളിലും താഴെയും ടോട്ടൽ എണ്ണം അല്ലെങ്കിൽ ടോട്ടൽ സമ്മാണ് എടുക്കുന്നത്. അപ്പോൾ മേളിൽ സാധാരണ മീൻ എന്ന് പറയുമ്പോൾ സം ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഒബ്സർവേഷൻ. ഇപ്പോൾ ഇവിടെ മേളിൽ എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ സം ഓഫ് ഡിസ്റ്റൻസ്, എത്ര ഡിസ്റ്റൻസ് പോയി, ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ താഴെ എന്ന് പറയുന്ന ടൈമാണ്. അപ്പം നമ്പർ ഓഫ് ടൈംസ് എന്ന് പറയുന്നതിനേക്കാളും നമുക്ക് സ്പീഡിൻ്റെ കേസ് വരുമ്പോഴത്തേക്കും ടോട്ടൽ ടൈം, എത്ര ടൈം എടുത്തു എന്നുള്ളതാണ് വേണം. അപ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈമാണ് ആവറേജ് സ്പീഡ്. ഡിസ്പ്ലേസ്മെൻറ്റിൽ ടോട്ടൽ ഡിസ്പ്ലേസ്മെൻ്റ് ഒന്നുമില്ല, ഡിസ്പ്ലേസ്മെൻറ്റ് തന്നെയാണ്. അതിപ്പം നമുക്ക് വീണ്ടും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇറ്റ് ഇസ് എ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ഫ്രം ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പൊസിഷൻ. സോ അതിനൊരു ടോട്ടൽ എന്നൊരു സംഭവമില്ല. ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടോട്ടൽ ടൈം ട്രാവൽഡ്, അങ്ങനെ നമ്മൾ പറയാറുണ്ട്. അപ്പോൾ ഈ രണ്ട് ഇക്വേഷൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൻ്റെ എസെൻസ് മനസ്സിലാക്കി വയ്ക്കുക, ഇതിൻ്റെ കൺസെപ്റ്റ് മനസ്സിലാക്കാം. ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യുമ്പോൾ മൂവ്സ് ഇറ്റ്സ് പൊസിഷൻ ചേഞ്ചസ് വിത്ത് ടൈം. ക്വാണ്ടിറ്റി ദാറ്റ് ഡിസ്ക്രൈബ്സ് ഹൗ ഫാസ്റ്റ് ആൻഡ് ഇൻ വിച്ച് ഡയറക്ഷൻ പൊസിഷൻ ചേഞ്ചസ് എന്നുള്ളതാണ് ആവറേജ് വെലോസിറ്റി. നമ്മൾ സാധാരണ വെലോസിറ്റി പറയുമ്പോൾ അതിന് ഡയറക്ഷനൊക്കെ ഇൻഡിക്കേറ്റഡ് ആണ്. യൂണിഫോം നോൺ യൂണിഫോം പറയുമ്പോൾ നമുക്ക് അവിടെ ഡയറക്ഷൻ മനസ്സിലാകും. യൂണിഫോമിലാണെങ്കിൽ ഡയറക്ഷൻ മാറുന്നില്ല, നോൺ യൂണിഫോമിലാണെങ്കിൽ ഡയറക്ഷൻ മാറുന്നുണ്ട്. പക്ഷേ ആവറേജ് വെലോസിറ്റി വരുമ്പോഴും യൂണിഫോം പോലെയാണ്, നമുക്ക് പ്രത്യേകിച്ച് ഡയറക്ഷൻ്റെ അണ്ടർസ്റ്റാൻഡിങ് ഒന്നും കിട്ടത്തില്ല. ഇറ്റ് വിൽ ഓൾവേസ് ബി പോസിറ്റീവ് എന്നാണ്, വിച്ച് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇതൊക്കെ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പായിട്ട് തരാം. ആവറേജ് വെലോസിറ്റി ഈസ് ഓൾവേസ് പോസിറ്റീവ് തന്നാൽ ട്രൂ ആണ് സ്റ്റേറ്റ്മെൻറ്റ്. സോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറച്ചൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കണം. It's a bit confusing over here, so I'll read it repeatedly so that I can understand. When an object moves, its position changes with time. A quantity that describes how fast and in which direction position changes with time. Average velocity. അപ്പോൾ ഇവിടെ ഒരു നല്ലൊരു ചോദ്യം ചോദിക്കാം. ഒരു ബോഡി മൂവ് ചെയ്യുവാണ്, ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യുമ്പോഴത്തേക്ക് അത് കുറച്ച് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യും അല്ലേ, ടൈം മാറുന്നതനുസരിച്ച്. അത് മൂവിങ് ഒബ്ജക്റ്റ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ മൂവ് ചെയ്യുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും സഞ്ചരിക്കുന്ന ഒരു ഒബ്ജക്റ്റ് ആകുമ്പോൾ അത് കുറച്ച് ദൂരം ട്രാവൽ ചെയ്യും. അപ്പോൾ ഈ ഒരു മൂവിങ് ഒബ്ജക്റ്റ് എത്ര സ്പീഡിലാണ് പോകുന്നത്, ഏത് ഡയറക്ഷനിലാണ് പോകുന്നത് എന്നൊക്കെ കാണിക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പാരാമീറ്റർ ഏതാണെന്ന് ചോദിച്ചാൽ ഓപ്ഷൻസ് തരാം. ആവറേജ് സ്പീഡ്, ആവറേജ് വെലോസിറ്റി. ഒബ്വിയസ്ലി ഡയറക്ഷൻ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഏതെങ്കിലും വെക്ടറിൻ്റെ ആവറേജ് ആയിരിക്കും നമുക്ക് കാണിക്കാൻ പറ്റുക. അപ്പോൾ ആവറേജ് വെലോസിറ്റി ആയിരിക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. പിന്നെ ആവറേജ് വെലോസിറ്റി ഡസ് നോട്ട് ഗിവ് അബൌട്ട് ഡയറക്ഷൻ ഓഫ്
ഇവിടെ ആക്ച്വലി രണ്ട് സ്റ്റേറ്റ് ടെക്സ്റ്റ് ബുക്ക് വല്ലതും ഒന്ന് റെഫർ ചെയ്യണം. കാരണം ഈ റാങ്ക് ഫയലിനകത്ത് ഇത് രണ്ടും കോൺട്രഡിക്റ്റിംഗ് ആയിട്ടുള്ള പോലെ തോന്നുന്നുണ്ട്. ഒരിടത്ത് പറയുവാണ് എ ക്വാണ്ടിറ്റി ദാറ്റ് ഡിസ്ക്രൈബ്സ് ഹൗ ഫാസ്റ്റ് ആൻഡ് ഇൻ വിച്ച് ഡയറക്ഷനിലാണ് ഇത് മാറുന്നതും എന്നുള്ളത് കാണിക്കുന്ന ആവറേജ് വെലോസിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേ പേജിൽ ഇപ്പുറത്തൊരു പോക്കറ്റാണ് പറയുന്നത് ആവറേജ് വെലോസിറ്റി ഡസ് നോട്ട് ഗിവ് എനി ഇൻഫർമേഷൻ എബൌട്ട് ഡയറക്ഷൻ ഓഫ് മോഷൻ ഓഫ് ഒബ്ജക്റ്റ്. ഒബ്ജക്റ്റിൻ്റെ മോഷൻ്റെ ഡയറക്ഷനെ കുറിച്ച് ഒന്നും പറയുന്നില്ല എന്നാണ് ഇവർ പറയുന്നത്. സോ ഇറ്റ് ഈസ് വെരി കോൺട്രഡിക്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ്. അത് നമുക്ക് നോക്കാം. ഇഫ് ദ മോഷൻ ഓഫ് ദി ഒബ്ജക്റ്റ് ഈസ് ഇൻ എ സ്ട്രേറ്റ് ലൈൻ ഓർ ഇൻ ദ സെയിം ഡയറക്ഷൻ, motion, okay, magnitude of average, in this case magnitude of average velocity is equal to magnitude of average. ഇവിടെ എന്തൊക്കെയോ ഒരു ടൈപ്പിംഗ് എറർ ഒക്കെ ഉണ്ട്, കാരണം റിപ്പീറ്റീഷനൊക്കെ വരുന്നുണ്ട്. സോ വി വിൽ ഹാവ് ടു ചെക്ക് ഇറ്റ്. ആവറേജിൻ്റെ കൺസെപ്റ്റ് ഡൗട്ട്ഫുൾ ആണ്. ഐ വിൽ മാർക്ക് ഇറ്റ് ഹിയർ.